മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിയിലടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ടുള്ള ഇഡി അപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പരിഗണിക്കും. SFIO കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച തെളിവുകളും അനുബന്ധ രേഖകളും നൽകണമെന്നാണ് ആവശ്യം. മൊഴികൾ പരിശോധിച്ച് ഇഡി പ്രധാന പ്രതികളുടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, ഇഡിക്ക് കേസെടുക്കാനാവുക, മുന്നോട്ട് പോകാനാവുക, നമുക്കറിയാം ഈ വിവരങ്ങളൊക്കെ ലഭിച്ചാൽ മാത്രമാണ്. അപ്പോൾ അത് ആവശ്യപ്പെടുക എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്കാണ് കടക്കുന്നത്. അതിനുശേഷം ഇഡിയുടെ നടപടികളും എങ്ങനെയായിരിക്കും? വീണ, SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. പക്ഷേ മൊഴികൾ, അതായത് സാക്ഷികളുടെയും മുഴുവൻ പ്രതികളുടെയും മൊഴിപ്പകർപ്പാണ് ഇനി ഇഡിക്ക് ലഭിക്കാനുള്ളത്. മറ്റ് അനുബന്ധ രേഖകളും ലഭിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇതനുസരിച്ച് വേണം ഇഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തായാലും അന്വേഷണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഈ അപേക്ഷ നൽകിക്കൊണ്ട് SFIOയുടെ പക്കലുള്ള മൊഴിപ്പകർപ്പുകളും അതോടൊപ്പം തന്നെ മാസപ്പടി ഡയറി, മറ്റ് അനുബന്ധ രേഖകൾ ഇതൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും വീണയടക്കമുള്ള മുഴുവൻ പ്രതികളുടെ മൊഴികൾ ഇതൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള രണ്ടാം ഘട്ട നടപടികളിലേക്ക് ഇഡി കടക്കുക. എന്തായാലും നിലവിൽ SFIOയുടെ കുറ്റപത്രത്തിൽ 13 പ്രതികളാണ്, വീണ തൈക്കണ്ടിയിലടക്കം 13 പ്രതികളാണ് ഉള്ളത്. ഇവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും ഇഡി കടക്കുക. അതിന്റെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് SFIOയുടെ അനുബന്ധ രേഖകളും തെളിവുകളും നിലവിൽ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കോടതി മുഖാന്തരം ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും SFIOയുടെ കുറ്റപത്രത്തിൽ കൃത്യമായിട്ട് ഏതൊക്കെ വിധത്തിലാണ് ഈ തട്ടിപ്പ് അല്ലെങ്കിൽ പണം കൈമാറ്റം നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരികയും ചെയ്തിട്ടുണ്ട്. കമ്പനി നിയമത്തിലെ 447 വകുപ്പ് പ്രകാരം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണയടക്കമുള്ള മുഴുവൻ പ്രതികൾക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. വീണ തൈക്കണ്ടിയിൽ അതോടൊപ്പം തന്നെ CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്ത, CMRLന്റെ മറ്റു ഉദ്യോഗസ്ഥർ, ഇവരുടെ മൊഴിപ്പകർപ്പാണ് ഇഡിക്ക് അനിവാര്യമായിട്ടുള്ളത്. എന്തായാലും ഈ മൊഴിപ്പകർപ്പും മറ്റ് അനുബന്ധ രേഖകളും തെളിവുകളും ലഭിച്ച ശേഷം രണ്ടാം ഘട്ട നടപടികളിലേക്ക് ഇഡി കടക്കുകയും ചെയ്യും. SFIOയുടെ അന്വേഷണ നടപടികൾ അത് കോടതിയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇഡി സമാന്തരമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഇഡി ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഈ വിവരങ്ങളും രേഖകളും ഒക്കെ തന്നെ അനിവാര്യമാണ്. എന്തായാലും കോടതിയിൽ നിലവിൽ SFIOയുടെ ചില നടപടികൾക്ക്, അതായത് കീഴ്ക്കോടതിയിലെ നടപടികൾക്ക് വിലക്ക് ഉണ്ട് എങ്കിലും അത് ഇഡിയുടെ അന്വേഷണത്തെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഇഡിയുടെ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യുക. അതിനനുസൃതമായിട്ട് തന്നെയായിരിക്കും ഇഡി മറ്റ് നടപടികൾ നീക്കുക. ശരി രേഷ്മ.